ഹായ് മക്കളെ, ടെല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്നതാണ്ട് നമ്മുടെ ഡെയിലി ടെസ്റ്റിലെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി നമ്മൾ തന്നുകൊണ്ടിരിക്കുന്ന ഫ്രീ ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഡെയിലി ടെസ്റ്റിൻ്റെ സൊല്യൂഷൻ വീഡിയോസാണ്. നമ്മൾ സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുക. ഓക്കെ, സോ ഇത് ഫസ്റ്റ് ഡേ 1ൻ്റെ സൊല്യൂഷൻസാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാം കൂടെ ഒരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ കമ്മ്യൂണിറ്റി വഴി 20 ക്വസ്റ്റ്യൻസ് ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ വീഡിയോസ് ആണിത്. നമുക്ക് എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണ്ടേ. നമുക്ക് ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. സോ ആ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ്, ഏറ്റവും അടിപൊളി ക്വസ്റ്റ്യൻസ്, എല്ലാ കോൺസെപ്റ്റ്സും കവർ ചെയ്യുന്ന രീതിയിൽ 5 ക്വസ്റ്റ്യൻസ് വെച്ച് എല്ലാ സബ്ജക്റ്റിൽ നിന്നും നമുക്ക് ഫിസിക്സിന് 5 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിക്ക് 5 ക്വസ്റ്റ്യൻ, ബയോളജിക്ക് 5 ക്വസ്റ്റ്യൻ, മാത്സിന് 5 ക്വസ്റ്റ്യൻ, അങ്ങനെ 5 ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോവുക. സോ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനും ഈ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ ഞാൻ വാട്സാപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ആ ലിങ്ക് ത്രൂ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുക. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഡെയിലി 20 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും എന്ന് ഉറപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ബോർഡ് എക്സാമിന് നല്ല അടിപൊളി മാർക്ക് എന്ത് ചെയ്യാം, മേടിക്കാം. ഓക്കെ, സോ ഇത് ഡേ 1 മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സോൾവ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഇഫ് ആർ ഈസിക്കൽ ടു എക്സ് കോമ വൈ, എക്സും വൈയും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻഡിജേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലയോ, എലമെന്റ് ഓഫ് ഇസഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടീഷൻ എന്താ തന്നിരിക്കുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈസിക്കൽ ടു എന്താ 4 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചെങ്കിൽ എന്താ ഈ റിലേഷൻ്റെ ഡൊമെയിൻ എന്താണെന്നാണ്. മക്കളെ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് കോൺസെപ്റ്റ്, ബേസിക് കൺസെപ്റ്റ്. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡൊമെയിൻ. അതായത് ഇവിടെ എക്സിന് വരാൻ പറ്റുന്ന പോസിബിൾ വാല്യൂസിന്റെ ആ സെറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മളെ ഡൊമെയിൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ, നമുക്കറിയാവുന്ന കാര്യം അത്. അങ്ങനെയാണെങ്കിൽ ഡൊമെയിൻ നോക്കാം, നമുക്ക് ഡൊമെയിൻ നോക്കാം. എക്സിന് വരാൻ പറ്റുന്ന പോസിബിൾ വാല്യൂസിന്റെ സെറ്റ്, അതിലെ ഡൊമെയിൻ. നമുക്കറിയാം വൈ എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിക്കുക, വൈയുടെ ഏറ്റവും മിനിമം പോസിബിൾ വാല്യൂ ഏതാ, വൈ സ്ക്വയറിന്റെ ഏറ്റവും മിനിമം പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഏതാ, വൈ സ്ക്വയർ 0 ആവുക എന്നുള്ളതാ, അല്ലെങ്കിൽ വൈ എന്താവുക എന്നുള്ളതാ, 0 ആവുക എന്നുള്ളതാ. വൈ 0 ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ എക്സ് സ്ക്വയർ എന്താവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താവും, 4 ആവും. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്താവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നും പറയാം, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താകാം, -2 എന്നും പറയാം. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം ഇൻഇക്വാലിറ്റിയെ, ദാണ്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇതും കൂടെ ഓർത്ത് വെച്ചേക്കുക. എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, സ്ക്വയർ മാറ്റുവാണെങ്കിൽ ഇൻഇക്വാലിറ്റിയെ നമ്മൾ ഇങ്ങനെ ദാണ്ട് സ്പ്ലിറ്റ് ചെയ്യും. എക്സ് ലെസ് ദാൻ, നമ്മൾ ഈക്വൽ ടു മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലയോ. എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 4 ആണെങ്കിൽ നമുക്ക് എഴുതാം എക്സ് ഈസിക്കൽ ടു എന്താ, +or -2 എന്ന് എഴുതാം. നമുക്ക് ഇങ്ങനെ എഴുതാം. പക്ഷേ ഇനിക്വാലിറ്റി ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ഉം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താ, -2. ഓക്കെ ആണോ. അപ്പോൾ പോസിറ്റീവ് വാല്യൂ എഴുതുമ്പോൾ ഇനിക്വാലിറ്റി എങ്ങനെയാണോ കിടന്നത് അതുപോലെ എഴുതുക. നെഗറ്റീവ് വാല്യൂ എഴുതുമ്പോൾ ഇനിക്വാലിറ്റി എങ്ങനെയാണോ കിടന്നത് അതിന് നേരെ എന്ത് ചെയ്യുക, തിരിച്ചെഴുതുക. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, എല്ലാ പ്രോബ്ലംസിലും നമ്മൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരുന്ന ഇൻഡിജേഴ്സ് ഏതൊക്കെയാ, 2 ഉണ്ട്, ഇൻഡിജേഴ്സ് ആണേ പറയേണ്ടത്, 1 ഉണ്ട്, ഇനി 0 ഉണ്ട്. ഇനി നമുക്കറിയാം ഒന്നുകിൽ എന്താവണം, -2 ആവാം, അല്ലെങ്കിൽ -2നേക്കാൾ മുകളിലും ആവാം. 2 കണ്ടീഷൻസ് അല്ലേ കിട്ടിയത്. അപ്പം -2നേക്കാൾ മുകളിൽ ആരുണ്ട്, -1 ഉണ്ട്, -2. സോ ഇത്രയും ആൾക്കാരാണ് എന്തോന്ന് എക്സിന് പോസിബിൾ ആയിട്ട് വരാൻ പറ്റുന്ന വാല്യൂസ് ആണ്. ഇനി അത് നോക്കിയാൽ y 1 ആവുമെന്ന് വിചാരിക്കുക. y 1 ആണെങ്കിൽ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താവണം, 4 ആവണം. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്താവണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താവണം, 3 ആവണം. അല്ലെങ്കിൽ എക്സ് എന്താവണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു √3 ആവണം. അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -√3 ആവണം. √3യേക്കാൾ തൊട്ട് താഴെയുള്ള ഇൻഡിജർ ഏതാ, √3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 പോയിന്റ് സംതിങ് അതിൻ്റെ വാല്യൂ വരുന്നത്. സോ √3യുടെ താഴെയുള്ള ഇൻഡിജർ ആരാ, 1 ആ വരുന്നത്. പിന്നെ ആരാ വരുന്നത്, 0 ആയാ വരുന്നത്. ഓക്കെ, സോ ആ ആൾക്കാരെല്ലാം എവിടെ ഉണ്ട്, ആൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് റെസിറ്റിനകത്ത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതണോ, വേണ്ട. ഓക്കെ ആണോ. ഇനി 2 ഇട്ട് കൊടുത്താലും എങ്ങനെ തന്നെ, വൈക്ക് 2 ഇട്ട് കൊടുത്താലും എങ്ങനെ തന്നെ ഇതേപോലെ കണ്ടീഷൻ ആയിരിക്കും കിട്ടുന്നത്. എക്സിൻ്റെ വാല്യൂ എന്ത് വരും, 0 എന്നുള്ളത് വരും. ഓക്കെ ആണോ. ഓക്കെ, ഇനി 3 ഇട്ട് കൊടുത്താലും എന്ത് വരും, 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ കണ്ടീഷൻ്റെ അപ്പുറത്തോട്ട് പോയി പോകും. ഓക്കെ ആണോ. 3 ഇട്ട് കൊടുത്ത് നോക്ക്, വൈ സ്ക്വയറിന് 3, വൈക്ക് 3 ഇട്ട് കൊടുക്ക്, അപ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും, 4 എന്ന് വരും. സോ ഈ കണ്ടീഷൻ എന്തല്ല, പോസിബിൾ അല്ല, വാലിഡ് അല്ല. ഓക്കെ, സോ എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടിയതാ
-2 -1 0 1 2. അതായത് ഫസ്റ്റ് എലമെന്റിന്റെ പോസിബിൾ വാല്യൂസ് അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, ഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഡൊമെയിൻ എന്താ ഇവിടെ, ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ലെറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഈസ് ഈക്വൽ ടു എക്സ് എലമെന്റ് ഓഫ് ഇസഡ്. അതായത് എക്സ് ഒരു ഇൻഡിജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എക്സ് എന്താ 0ക്കും 12നും ഇടയിലുള്ള ഒരു നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 0 1 2 3 4 5 അങ്ങനെ 12 വരെ ഇൻഡിജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ റിലേഷൻ എന്ന് റിലേഷൻ സച്ച് ദാറ്റ് എ കോമ ബി സച്ച് ദാറ്റ് മോഡ് ഓഫ് എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഒരുപാട് കണ്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ മോഡ് ഓഫ് എ മൈനസ് ബി ഇസ് എന്താ മൾട്ടിപ്പിൾ ഓഫ് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ട്വിസ്റ്റ് ഇതാണ്. ദെൻ ദാണ്ടെ ഇങ്ങനെ ബോർഡ്സ് വരച്ച് ഒരു 1 തന്നാൽ അതിന്റെ അർത്ഥം എന്താ, ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1. ഓക്കെ, ഇതാ ഇത്രയേ ഉള്ളൂ സംഭവം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതാ നോക്കിയേ, ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1ഉമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 1ഉമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, 1ഉമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ബിക്ക് പകരം എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. ബിക്ക് പകരം എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. അതായത് ആ സെക്കൻഡ് ടേമിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. ഓക്കെ ആണോ? ഓക്കെ, സോ ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആ സെക്കൻഡ് ടേമിന് പകരം എന്ത് കൊടുക്കുക, ഓർഡേർഡ് പേരിനകത്ത് കിടക്കുന്ന സെക്കൻഡ് ടേമിന് പകരം എന്ത് കൊടുക്കുക, ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ആണെങ്കിൽ എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 ആണെങ്കിൽ എന്ത് കൊടുക്കുക, സെക്കൻഡ് ടേമിന് പകരം 2 കൊടുക്കുക. ഓക്കെ ആണോ? ഓക്കെ, സോ അത്രയും മാത്രം ആലോചിച്ചാൽ മതി. അങ്ങനെ ആയതാന്ന് നോക്കിയാൽ നമുക്ക് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്യാം. റിലേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, മോഡ് ഓഫ് എ മൈനസ് ബി അല്ലേ, ബിക്ക് വരെ എന്ത് കൊടുത്ത്, 1 കൊടുത്തു. ഓക്കെ, ഇതെന്തായിരിക്കണം, 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 4 സംതിങ് ആയിരിക്കണം. 4 1 4 2 4 3 അങ്ങനെ എന്തെങ്കിലും. സോ 4ന്റെ മൾട്ടിപ്പിൾ ജനറലി എനിക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ ആണോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആ പറ്റുന്ന എകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് എവിടെ നിന്ന് മുതൽ എവിടം വരെയുള്ള ആളാ, 0 മുതൽ 12 വരെയുള്ള ആളാ. ആൾക്കാരൊക്കെയാ 0 1 2 3 4 5 6 7 8 9 10 11 12 ഇത്രയും പേരല്ലേ ഉള്ളത് ആണ്. സോ ഫസ്റ്റ് എലമെന്റ് എടുക്കാം. 0 0 മൈനസ് 1 എന്ത് കിട്ടും, -1 1 കിട്ടും. 1 എന്ന് പറയുന്നത് എന്തല്ല, 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 2 കൊടുത്താലോ 2 മൈനസ് 1 എന്ത് കിട്ടും, 1 കിട്ടും. അതും 4ന്റെ മൾട്ടിപ്പിൾ അല്ല. സോറി 1 കൊടുത്തില്ലല്ലേ. 1 കൊടുത്താലോ 1 മൈനസ് 1 എന്ത് കിട്ടും, 0 കിട്ടും. 1 എന്താണ്, 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. കാരണം എന്താ, 1 മൈനസ് എക്ക് എന്ത് കൊടുക്കാൻ പോയി, 1 കൊടുക്കാൻ പോകും. സോ 1 മൈനസ് 1 എന്താ, 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ എന്താ, 4ന്റെ മൾട്ടിപ്പിൾ. 4 × 0 എന്താ, 0 ആയ. ഓക്കെ, 0 എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും മൾട്ടിപ്പിൾ ആണ്. ഇത്ര ആലോചിച്ച് നോക്കുക. ഓക്കെ, സോ 0 ആൻസർ കിട്ടും. 0 എന്ന് പറയുന്നത് എന്താ, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി 2 കൊടുത്ത് നോക്ക്, 2 മൈനസ് 1 കിട്ടത്തില്ല, 1 ആണ്. 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 3 കൊടുത്ത് നോക്ക്, 3 മൈനസ് 1 2 കിട്ടും, ഇല്ല. 4 കൊടുത്ത് നോക്ക്, 4 മൈനസ് 1 3 കിട്ടും, അല്ല. 5 കൊടുത്ത് നോക്ക്, 5 മൈനസ് 1 എന്ന് പറയുന്നത് എന്താവും, 4 ആവും അല്ലേ. 5 മൈനസ് 1 എന്താവും, 4 ആവും. സോ അത് കിട്ടും. സോ 5 നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റുന്ന വാല്യൂ. അടുത്ത ആരാ, 6 മൈനസ് 1 എന്താ കിട്ടുന്നത്, 5 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 7 കൊടുത്ത് നോക്ക്, 7 മൈനസ് 1 എന്ന് പറയുന്നത് 6 കിട്ടും, 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 8 മൈനസ് 1 അല്ല. 9 മൈനസ് 1 എന്ത് കിട്ടും, 8 കിട്ടും. 9 മൈനസ് 1 എന്ത് കിട്ടും, 8 കിട്ടും. 8 എന്താ, 4ന്റെ മൾട്ടിപ്പിൾ. സോ ഇവിടെ 9 എടുക്കാൻ പറ്റും. ഓക്കെ ആണോ? 9 എടുക്കാൻ പറ്റും. അടുത്തത് 10 എടുക്കാൻ പറ്റുമോ, 10 എടുക്കാൻ പറ്റില്ല. 11 എടുക്കാൻ പറ്റുമോ, 11 എടുക്കാൻ പറ്റില്ല. 12 എടുക്കാൻ പറ്റുമോ, 12ഉം എടുക്കാൻ പറ്റില്ല. സോ നമുക്ക് 3 ആൾക്കാരാണ് എക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതായത് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ആരാ, 3 ആൾക്കാരാണ്. ഓക്കെ ആണോ? ആരൊക്കെയത്, 1 5 9. ഓക്കെ ആണോ? സോ 1 5 9 ആയിരിക്കും നമ്മുടെ എന്തോന്ന്, ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സെക്കൻഡ് എലമെന്റ് 1 ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 അല്ലേ ചോദിക്കുന്നത്. അതായത് 1ഉമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എലമെന്റുകൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ റിലേഷനകത്ത് B1 വന്നാൽ ആ 1ഉമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എകൾ ആരൊക്കെ ഉണ്ട്, അതാണ് നമ്മുടെ എന്തോന്ന്, ഇക്വലൻസ് ക്ലാസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മീനിങ് അതാണ്. ഓക്കെ ആണോ? സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് CBSEക്ക് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചു കാണുന്ന സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺസ് ഒക്കെ മാറി വരും. അപ്പോൾ സ്റ്റേറ്റിന് എന്ത് ചെയ്യും, ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യും, ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. സോ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണോ? സോ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ആദ്യ ഐഡിയ, ബേസിക് ഐഡിയ മനസ്സിലാക്കി. ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ, ആ സെക്കൻഡ് എലമെന്റിന്റെ ഭാഗത്ത് ആരെ കൊടുക്കണം, 1 കൊടുക്കണം. ഓക്കെ ആണോ? ആ 1ഉമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എകൾ ആരൊക്കെയുണ്ട്, ആ 1ഉമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എലമെന്റുകൾ ആരൊക്കെയുണ്ട് എന്നുള്ളതാണ് എന്തോന്ന്, ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരാം, ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 എന്ന് കണ്ടുപിടിച്ച് നോക്കിയത്. അതായത് A - 2 എന്തായിരിക്കണം, മൾട്ടിപ്പിൾ ഓഫ്
4 ആയിരിക്കണം. A-2 എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എകളുടെ ഒരു കളക്ഷൻ, അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 എന്ന് വിളിക്കുക. കണ്ടുപിടിച്ച് നോക്ക്. ഓക്കെ ഓക്കെ, അതൊന്ന് കമൻറ്റ് ചെയ്തോ. ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്തോ. ഫസ്റ്റ് എലമെൻറ്റ് ഞാൻ വേണമെങ്കിൽ പറയാം 2, കാരണം 2 - 2 എന്താകും? 0 ആവും. സോ 0 മൾട്ടിപ്പിൾ ഓഫ് 4 സോ ഒരു എലമെൻറ്റ് എന്താണ്? 2 ആണ്. ഓക്കെ, ബാക്കിയുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നോക്കിക്കേ, ഗിവൺ ട്രയാങ്കിൾസ് വിത്ത് സൈഡ്സ് T1 3, 4, 5, T2 5, 12, 13, T3 6, 8, 10, T4 4, 7, 9 and a relation R in the set of triangles defined as R is equal to triangle 1, triangle 2 such that triangle 1 is similar to triangle 2. ഓക്കെ, അപ്പോൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താ? ഒരു ട്രയാങ്കിൾ അടുത്ത ട്രയാങ്കിൾ ആയിട്ട് എന്താ സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വിച്ച് ട്രയാങ്കിൾസ് ബിലോങ്സ് ടു സെയിം ഇക്വലൻസ് ക്ലാസ്. ഒന്നുമില്ല, ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. അതായത് സിമിലർ ട്രയാങ്കിൾസ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ തോന്നും. ഒന്നുമില്ല, അത് ഇത്രയേ ഉള്ളൂ. അതാ നോക്കിയാൽ റിലേഷൻ വന്നിട്ടുണ്ട്. അതാ triangle 1, triangle 2 such that triangle 1 is similar to triangle 2. ഓക്കെ ആണോ? ഓക്കെ, സോ ട്രയാങ്കിൾ 1-ന് സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിൾ ഏതാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിലും ഏതൊക്കെ രണ്ട് ട്രയാങ്കിൾസ് ആണ് എന്തെന്ന് നോക്കിയാൽ മതി? സിമിലർ ആയിട്ടുള്ളത് എന്ന് നോക്കിയാൽ മതി. സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? നമുക്കറിയാം ട്രയാങ്കിൾ സിമിലർ ആവണമെന്ന്. എങ്ങനെയാണ് ട്രയാങ്കിൾസ് സിമിലർ ആവുന്നത്? ട്രയാങ്കിൾ സിമിലർ ആവുന്നത് എങ്ങനെയാ? അപ്പോൾ എൻ്റെ കയ്യിലൊരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിലൊരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിന് സിമിലർ ആയിട്ടൊരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? സിമിലർ ആയിട്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ദാണ്ട് നോക്കിയേ, നമുക്കതിൻ്റെ ആ ട്രയാങ്കിളിൻ്റെ സൈസ് മാറ്റാം. നമുക്കതിനെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് വേറെ രീതിയിലൊക്കെ വയ്ക്കാം. ഓക്കെ, സോ സ്കെയിൽ ചെയ്യാം. ഈ ട്രയാങ്കിളിനെ ബേസിക്കലി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്കെയിൽ ചെയ്യാം. അതിനെ പിടിച്ച് വലുതാക്കിയോ ചുരുക്കുകയൊക്കെ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്ത് മാറാൻ പാടില്ല? ഈ ആംഗിൾസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? കറസ്പോണ്ടിങ് ആംഗിൾസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. മാറാൻ പാടില്ല. അതുപോലെ കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോ, ഫോർ എക്സാമ്പിൾ ഇത് A, ഇത് B, ഇത് C ആണെന്ന് വിചാരിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡുകൾ ഇതാണെന്ന് വിചാരിക്കുക. A, B, C ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോ എന്താവാൻ പാടില്ല? അത് മാറാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ A/C-യും കുഞ്ഞ് A/C-യും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ആ റേഷ്യോ എന്തായിരിക്കണം? സെയിം ആയിട്ടിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ ഏതാന്ന് നോക്കിയേ. ഇവിടെ അങ്ങനെ റേഷ്യോ സെയിം ആയിട്ട് വരുന്ന ഏതാ? ഇവിടെ ഒരു 3, 4, 5 ഉണ്ട്. T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്തുവാ? 3, 4, 5 ഉണ്ട്. സൈഡുകൾ ഏതൊക്കെയാ? 3, 4, 5. അതുപോലെ താണ്ട നോക്കിയേ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് താണ്ട നോക്കിയേ ഇവിടെ T3 എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കിയേ. T3 എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്താ? 6, 8, 10 ആണ്. 6, 8, 10 ആണ്. അതായത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ 3, 4, 5 ഈ ട്രയാങ്കിളിന് എന്ത് ചെയ്തേക്കുക? ഒന്ന് സ്കെയിൽ ചെയ്തേക്കുമല്ലയോ? ഒന്ന് വലിച്ചു നീട്ടിയേക്കുമല്ലയോ? ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സൈഡിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആരെ കിട്ടും? ഈ ട്രയാങ്കിൾ കിട്ടത്തില്ലേ? അതായത് ഈ ട്രയാങ്കിളിന് എന്ത് ചെയ്തേക്കുക? സ്കെയിൽ ചെയ്തേക്കുക. ഓരോ സൈഡും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്തേക്കുക? സ്കെയിൽ ചെയ്തേക്കുക. ആ ട്രയാങ്കിളിനെ പിടിച്ചൊന്ന് വലുതാക്കി വെച്ചേക്കുക അല്ലേ? സോ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, സോ ഏതായിരിക്കും ആൻസർ? T1-ഉം T3-യും സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, സോ അതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? A function f defined on n, the natural numbers as f of n is equal to 2n, n element of n, then f is f1, 1, 1, 2 അങ്ങനെയുള്ള ചോദ്യം ചോദിച്ചേക്കും. നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള അല്ലേ? 1, 1 ആണെന്ന് തെളിയിക്കാനുള്ള ഏറ്റവും ബേസിക് കണ്ടീഷൻ എന്താ? നമുക്കറിയാം. ഫസ്റ്റ് നമ്മൾ എന്തോ പറയും? f of x1 is equal to f of x2 എന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ എന്തോ പറയും? x1 is equal to x2 എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും അതെന്താ? 1, 1 ആണെന്ന് പറയും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത്. ഇനി 1, 1-ന്റെ കണ്ടീഷൻ ഇതാ. 1, 1 ആക്കാൻ നമ്മൾ ചെയ്യുന്ന കണ്ടീഷൻ ഇതാ അല്ലേ? സോ ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് f of n is equal to n അല്ലയോ? സോ f of n1 is equal to എന്താന്ന് പറയുക? f of n2 എന്ന് പറയുക. ലെറ്റ് f of n1 is equal to f of n2 എന്ന് പറയുക. നമുക്കറിയാം f of n1 എന്ന് പറഞ്ഞാൽ എന്താ? 2n1 is equal to f of n2 എന്താ? 2n2 അല്ലേ? സോ 2 × 2 കട്ടായി നമുക്ക് മനസ്സിലായി n1 is equal to n2 എന്ന് കിട്ടി. സോ f of n1 is equal to f of n2 ആണെങ്കിൽ
n1 ഈസിക്കൽ ടു n2 എന്ന് അവസാനം നമുക്ക് ആൻസർ കിട്ടിയാൽ നമുക്ക് ഉറപ്പിക്കാം എന്താണ് ഫംഗ്ഷൻ ഈസ് 1 1. ഓക്കെ ആണോ? ഓക്കെ. ഇനി 1 1 അല്ലാന്ന് തെളിയിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, ഒരു കൗണ്ടർ എക്സാമ്പിൾ എടുത്താൽ മതി. ഏതെങ്കിലും ഒരു എക്സാമ്പിളിൽ ഇത് എന്താവത്തില്ല, ശരിയായിട്ട് വരത്തില്ല. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ ആണോ? ഓക്കെ. സോ അതാണ് 1 1 പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ. ഇനി അടുത്തത് എന്താ? ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം കോഡൊമൈനിലുള്ള എല്ലാ ആൾക്കാർക്കും എന്തോ വേണം? ഒരു പ്രീമേജ് വേണം. അപ്പോഴാണ് നമ്മൾ എന്താ പറയുന്നത്? ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത് ഇല്ലേ? അതായത് കോഡൊമൈനിലുള്ള ആൾക്കാർക്ക് എല്ലാം എന്ത് വേണം? ഒരു പ്രീമേജ് വേണം. ഓക്കെ ആണോ? അങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഓൺ ടു പറയുന്നത്. ഓൺ ടുവിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കുക. ഓക്കെ. ഇനി ഇത് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. കോഡൊമൈനിലുള്ള ആൾക്കാർക്കെല്ലാം ഒരു പ്രീമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ കോഡൊമൈനിൽ ആരും വെറുതെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കോഡൊമൈനും റേഞ്ചും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കോഡൊമൈനും റേഞ്ചും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എൻ ഈസിക്കൽ ടു എന്താ? 2n. ഇനി നമുക്കറിയാം n എന്ന് പറയുന്നത് എന്താ? നാച്ചുറൽ നമ്പറാണ്. നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്താ? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് അല്ലയോ? സോ നമ്മുടെ കോഡൊമൈനകത്ത് ആരുണ്ട്? ഒരു 3 ഉണ്ടല്ലോ, ഓഡ് നമ്പേഴ്സ് ഉണ്ടല്ലോ. പക്ഷേ നമ്മുടെ റേഞ്ചിനകത്ത് ആര് വരത്തില്ല? റേഞ്ചിനകത്ത് ഈവൻ നമ്പേഴ്സ് മാത്രമല്ലേ വരത്തുള്ളൂ. റേഞ്ചിനകത്ത് ആരേ വരത്തുള്ളൂ? ഈവൻ നമ്പേഴ്സ് മാത്രമേ വരത്തുള്ളൂ അല്ലേ? സോ റേഞ്ചിനകത്ത് ആരില്ല? നമ്മുടെ ഓഡ് നമ്പേഴ്സ് ആരും പ്രസൻ്റ് ആയിരിക്കത്തില്ല. സോ റേഞ്ച് നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും? കോഡൊമൈൻ ആയിരിക്കും. ഓക്കെ ആണോ? സോ റേഞ്ചിനകത്ത് ആരും വരത്തില്ല, ഓഡ് നമ്പേഴ്സ് ആരും വരത്തില്ല അല്ലേ? റേഞ്ചിനകത്ത് വരുമോ? കാരണം എന്താ? എഫ് ഓഫ് എൻ ഈസിക്കൽ ടു എന്താ? 2n. നമ്മുടെ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇത് n എന്ന് പറഞ്ഞാൽ ആരാ? n എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട്, നമ്മുടെ ഔട്ട്പുട്ട്, നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഞ്ച് എന്ന് വിളിക്കുന്നത്. നമ്മുടെ റേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിനകത്ത് ആരില്ല? ഓഡ് നമ്പേഴ്സ് ആരും ഇല്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ കോഡൊമൈനകത്ത് ആര് കിടപ്പുണ്ട്? ഓഡ് നമ്പർ കിടപ്പുണ്ട്. 3ഉം 5ഉം 7ഉം ഒക്കെ നമ്മുടെ കോഡൊമൈനകത്ത് കിടപ്പുണ്ട്. പക്ഷേ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ആരെ കിട്ടത്തില്ല? ഈ ഓഡ് നമ്പേഴ്സ് ഒന്നും കിട്ടത്തില്ല. കാരണം എന്താ? 2 കൊണ്ട് ഒരു സാധനത്തെ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഈവനേ കിട്ടത്തുള്ളൂ. ഓക്കെ ആണോ? സോ കോഡൊമൈൻ റേഞ്ച് എന്തായിരിക്കത്തില്ല? ഈക്വൽ ആയിരിക്കത്തില്ല. സോ നമുക്ക് പറയാം ഫംഗ്ഷൻ 1 1 ആണ്, പക്ഷെ എന്തല്ല? ഓൺ ടു അല്ലെന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ. അതുപോലെ മക്കളെ ഏതാന്ന് നോക്കിയേ, ഇതിനകത്ത് ഒരു ബി പാർട്ട് ഉണ്ട്. ബി പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. 1,4 2,5 3,6 ഈസ് എ റിലേഷൻ ഫ്രം എ ഈസ് ഈക്വൽ ടു 1 2 3 to ബി ഈസ് ഈക്വൽ ടു 4 5 6 7. അതായത് എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ ആണ് എന്തോന്ന് പറയുന്നത്? 6 എന്ന് പറയുന്നത്. സോ ആ റിലേഷനകത്ത് ആരൊക്കെ ഉണ്ട്? 1,4 ഉണ്ട്, 2,5 ഉണ്ട്, 3,6 ഉണ്ട്. ഇത് എന്താണോന്നാ ചോദിച്ചിരിക്കുന്നത്? ഇത് ബൈജക്റ്റീവ് ആണോ എന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണോ? 1 1 ആയിരിക്കണം. 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എയിലുള്ള എല്ലാ എലമെന്റ്സിനും ആരുമായിട്ട് കണക്ഷൻ കാണണം? ബിയിലുള്ള ഒരു എലമെന്റുമായിട്ട് കണക്ഷൻ കാണണം. 1 1 എല്ലാ ആൾക്കാർക്കും, എയിലുള്ള എല്ലാ ആൾക്കാർക്കും ബിയിലുള്ള ഏതെങ്കിലും ഒരാളുമായിട്ട് എന്ത് ചെയ്യണം? കണക്ഷൻ കാണണം. ആ കണക്ഷൻസ് എല്ലാം എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് കണക്ഷൻസ് ആയിരിക്കണം. അതായത് എയിലുള്ള ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ കണക്ഷൻസ് ഉണ്ടാകാൻ പാടില്ല, ഒരാളുമായിട്ടേ ഉണ്ടാവാവൂ. ഓക്കെ ആണോ? സോ അങ്ങനെ ആണെങ്കിൽ 1 1 എന്താ നോക്കിയാൽ എയിൽ 1 2 3 ഉണ്ട്. 1ന് 4ഉമായിട്ട് കണക്ഷൻ ഉണ്ട്, 2ന് 5ഉമായിട്ടുണ്ട്, 3ക്ക് 6ഉമായിട്ടുണ്ട്. സോ ഓരോ ആൾക്കാർക്കും, 1ലുള്ള ഓരോ ആൾക്കാർക്കും ബിയിലുള്ള ആൾക്കാരുമായിട്ട് എന്തുകൊണ്ട് കണക്ഷൻ ഉണ്ട്? അത് ഡിഫറെൻ്റ് ആൾക്കാരുമായിട്ടാണ് കണക്ഷൻ. കുഴപ്പമില്ല, 1 1. ഇനി എന്തോ ആവണം? ഓൺ ടു ആവണം. എങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ബൈജക്ഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? ഓൺ ടു ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? താണ്ടെ ബിയിലുള്ള എല്ലാ ആൾക്കാർക്കും എന്ത് വേണം? ഒരു പ്രീമേജ് ഉണ്ടായിരിക്കണം. 4ന് ഒരു പ്രീമേജ് ഉണ്ട്, കുഴപ്പമില്ല. 1 ഉണ്ട് പ്രീമേജ്, 5ന് പ്രീമേജ് ഉണ്ട്, 2, 6ന് പ്രീമേജ് ഉണ്ട്, 3. അതുപോലെ പക്ഷേ 7 എന്തില്ല? പ്രീമേജ് ഇല്ല. സോ പ്രീമേജ് ഇല്ലെങ്കിൽ അത് എന്തല്ല? ഓൺ ടു അല്ല അല്ലേ? സോ ഓൺ ടു അല്ല. സോ എന്താണ് ഫംഗ്ഷൻ? എന്താണ് ഇത്? ബി പാർട്ട് എന്താണ്? ബി പാർട്ടിൽ നമുക്ക് പറയാം ഇത് ബൈജക്ഷൻ അല്ല എന്ന് പറയാം, നോട്ട് ബൈജക്ഷൻ എന്ന് പറയാം. കാരണം എന്താ? ഫംഗ്ഷൻ 1 1 ആണ്, പക്ഷെ എന്തല്ല? ഓൺ ടു അല്ല. കാരണം എന്താ? ഈ 7 എന്ന് പറയുന്ന എലമെന്റിന് എന്തില്ല? പ്രീമേജ് ഇല്ല. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് ടു ഫോം എ റിഫ്ലക്സീവ് റിലേഷൻ ഓൺ എ ഈസ് ഈക്വൽ ടു 1, 2, 3? ഓക്കെ. സോ എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ആ സെറ്റിലെ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് ടു ഫോം എ റിഫ്ലക്സീവ് റിലേഷൻ. റിഫ്ലക്സീവ് റിലേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് ചോദിച്ചിരിക്കും. നമുക്കറിയാം റിഫ്ലക്സീവ് റിലേഷൻ ആവണമെങ്കിൽ ആ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ എന്താ?
എ കോമ എ വരണം. അതായത് ഒരു എലമെന്റിന് അതേ എലമെന്റുമായിട്ട് തന്നെ എന്ത് വേണം, ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ 1,2,3 അല്ലേ. സോ റിഫ്ലെക്സീവ് ആണെങ്കിൽ ആര് വേണം, 1,1 വേണം, 2,2 വേണം, 3,3 വേണം. സോ ഏറ്റവും മിനിമം നമ്പർ ഓഫ് റിലേഷൻസ് വേണ്ടുന്നത് എപ്പോഴാ, എത്ര ഓർഡേർഡ് പെയർ വേണം, 3 ഓർഡേർഡ് പെയർ വേണം. എന്തിനു വേണ്ടിയിട്ട്, 3 ഓർഡേർഡ് പെയർ വേണം. എന്തിനു വേണ്ടിയിട്ട്, ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആവാനായിട്ട് അല്ലേ. സോ എന്താ ഇതിന്റെ എ പാർട്ട്, മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് എത്ര, 3. കാരണം എത്ര എലമെന്റ്സ് ഉണ്ട്, 3 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് എത്ര വേണം, 3 എണ്ണം വേണം. ഇനി 4 ആൾക്കാരുണ്ടായിരുന്നെങ്കിലോ, നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 1,2,3,4 4 പേരുണ്ടായിരുന്നെങ്കിലോ, അപ്പൊ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് എത്ര വേണ്ടി വരും, 1,1 വേണം, 2,2 വേണം, 3,3 വേണം, 4,4 വേണം. എങ്കിലേ അതെന്താവത്തുള്ളൂ, റിഫ്ലെക്സീവ് ആവത്തുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. സോ ഇവിടെ എത്ര വേണം, ഇവിടെ 3 എലമെന്റ്സ് ഉണ്ട്. സോ 1,1, 2,2, 3,3 മൊത്തം എത്ര ഓർഡേർഡ് പെയർസ് വേണം, 3 ഓർഡേർഡ് പെയർസ് വേണം. എന്തിനു വേണ്ടി, ഇത് റിഫ്ലെക്സീവ് ആകാൻ. നമുക്കറിയാം റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ എന്താ, ആ എലമെന്റിന് അതേ എലമെന്റുമായിട്ട് എന്ത് വേണം, റിലേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, അതിനെ റിഫ്ലെക്സീവ് എന്ന് വിളിക്കും. ഇനി സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 1,2 ഉണ്ടെങ്കിൽ ആര് വേണം, 2,1 വേണം. ഇങ്ങനെ പറഞ്ഞാൽ എന്താവും, അത് സിമെട്രിക് ആവും. അതായത് ജനറൽ ആയിട്ട് പറഞ്ഞാൽ A,B ഉണ്ടെങ്കിൽ ആരും വേണം, B,Aയും വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എന്താ, സിമെട്രിക് ആയെന്ന് പറയും, ഇല്ലയോ, സിമെട്രിക് ആയെന്ന് പറയും. ഇനി ട്രാൻസിറ്റീവ് ആണെങ്കിലോ, ട്രാൻസിറ്റീവ് എന്ന് പറയുന്നാൽ A,B ഉണ്ട്, B,C ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആരും വേണം, A,Cയും വേണം. ഓക്കെ, അങ്ങനെയാണ് ട്രാൻസിറ്റീവ്. ഓക്കെ, ഇനി A,B ഉണ്ട്, B,C ഇല്ല എങ്കിൽ A,C വേണമെന്ന് നിർബന്ധമില്ല. ആ റിലേഷൻ എന്താണെന്ന് പറയാം, ട്രാൻസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ. സോ A,B ഉണ്ട്, B,Cയും ഉണ്ടെങ്കിൽ ആര് മതി, A,C മതി. A,B ഉണ്ട്, B,C ഇല്ല എങ്കിൽ ആര് വേണമെന്ന് നിർബന്ധമില്ല, A,C വേണമെന്ന് നിർബന്ധമില്ല. ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി എന്താണെന്ന് നമുക്ക് പറയാം, ട്രാൻസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. സോ ഇവിടെ എന്താ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ബി പാർട്ട് എന്താ വെച്ചിരിക്കുന്നത്, ഷോ ദാറ്റ് ദ റിലേഷൻ A,B മോഡ് ഓഫ് A-B ഈസ് ഈവൻ. മോഡ് ഓഫ് A-B എന്താ, ഈവൻ ആയിരിക്കും. ഡിഫൈൻഡ് ഓൺ A ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5 ഈസ് ആൻ ഇക്വിവാലൻസ് റിലേഷൻ. ഓക്കെ ആണോ? സോ ഈവൻ ആവുന്ന എപ്പോഴൊക്കെയാണെന്ന് നോക്കാം. എയും ബിയും ഈവൻ ആവുന്നത്, എക്ക് 1, ബിക്കും 1 കൊടുത്ത് നോക്ക്, 1 - 1. മോഡ് ഓഫ് 1 - 1 എന്താ, 0, 0 എന്തായിട്ട് എടുക്കാം, ഈവൻ ആയിട്ട് എടുക്കാം. സോ 1,1 ഉണ്ട്, 1,1 ഉണ്ടെങ്കിൽ ആരും ഉണ്ട്, 2,2 ഉണ്ട്, ആരും ഉണ്ട്, 3,3 ഉണ്ട്, ആരും ഉണ്ട്, 4,4 ഉണ്ട്, ആരും ഉണ്ട്, 5,5 ഉണ്ട്. കാരണം എക്ക് 5 കൊടുത്ത് നോക്കുക, 5 - 5 0, 4 - 4 0, 3 - 3 0, 2 - 2 0, 1 - 1 0. ആര് കൊടുത്താലും, ഈ പേഴ്സിൽ ആര് കൊടുത്താലും എന്താവുന്നുണ്ട്, ഇത് 0 ആവുന്നുണ്ട്. ഈവൻ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഈവൻ ആവാനുള്ള കണ്ടീഷൻ ആയിരിക്കാം, 1ഉം 2 എടുത്ത് നോക്ക്, 1 - 2 എന്ത് കിട്ടും, -1 കിട്ടും. മോഡ് മാറ്റി കഴിയുമ്പോൾ 1 കിട്ടും. പക്ഷെ അതെന്തല്ല, ഈവൻ അല്ല. 1ഉം 3 എടുത്ത് നോക്ക്, 1 - 3 എന്താ, 1 - 3. സോ 1,3 എടുക്കാം. 1 - 3 എന്താ, 1 - 3 എന്ന് പറയുന്നത് എന്താവും, -2 ആവും. മോഡ് എടുക്കുമ്പോൾ എന്താവും, -2 + 2 ആയിട്ട് മാറും. സോ 2 എന്ന് പറയുന്നത് എന്താ, ഈവനാ. സോ 1,3 ഉണ്ട്. 1,3 ഉണ്ടെങ്കിൽ 3,1 ആവാം, പ്രശ്നമില്ല. കണ്ടോ, 3,1 എടുത്താലും എന്ത് തന്നെയാ, 3 - 1 2 ആവും. സോ മോഡ് എടുക്കുമ്പോൾ വീണ്ടും അത് 2 തന്നെയാ, അതൊരു ഈവനാ. സോ 3,1ഉം പോസിബിളാ. ഇനി അടുത്ത ആരാ, 1,4 നോക്കാം. അല്ല, പോസിബിൾ അല്ല. 1,5 പോസിബിളാ. കാരണം 1 - 5 എന്ന് പറയുന്നത് -4 കിട്ടും, ഇല്ലയോ. സോ 1,5 പോസിബിളാ. 1,5 ഉണ്ടെങ്കിൽ ആരും ഉണ്ട്, 5,1ഉം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത ആരാ, അടുത്ത 2 വെച്ച് നോക്കാം. 2ഉം 3ഉം പറ്റത്തില്ല, 2ഉം 4ഉം പറ്റും. സോ 2,4 പറ്റും. അങ്ങനെയാണെങ്കിൽ 4,2ഉം പറ്റും. ഇനി 2ഉം 5ഉം പറ്റുമോ, പറ്റത്തില്ല. 3ഉം 4ഉം പറ്റുമോ, പറ്റത്തില്ല. 3ഉം 5ഉം പറ്റും, പക്ഷേ ഇല്ലേ. സോ 3,5 പറ്റും, അതുപോലെ 5,3ഉം പറ്റും. ഓക്കെ ആണോ? ഓക്കെ. സോ ഈ ഫംഗ്ഷൻ, ഈ റിലേഷൻ എന്താണ്, ഇക്വലൻസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇക്വലൻസ് ആണെങ്കിൽ എന്താവണം, റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. നമുക്കറിയാം ഇത് റിഫ്ലെക്സീവാ. 1,1 ഉണ്ട്, 2,2 ഉണ്ട്, 3,3 ഉണ്ട്, 4,4 ഉണ്ട്, 5,5 ഉണ്ട്. സോ എന്താ, റിഫ്ലെക്സീവ് ആണ്. ഇനി 1,3 ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 3,1 ഉണ്ട്. സോ എന്ത് പറയാം, അതുപോലെ 1,5 ഉണ്ട്, 5,1 ഉണ്ട്, 2,4 ഉണ്ട്, 4,2 ഉണ്ട്, 3,5 ഉണ്ട്, 5,3 ഉണ്ട്. സോ നമുക്ക് പറയാം ഇത് സിമെട്രിക്കും ആണെന്ന് പറയാം. ഇനി എന്താണ്, ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. 1,1 ഉണ്ട്,
ഓക്കെ 1,3 ഉണ്ട്, 3,1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1,1 വേണം. ഉണ്ട് 1,1 ഉണ്ട്. അതുപോലെ തന്നെ 1,5 ഉണ്ട്, 5,1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1,1 വേണം. ഉണ്ട് 1,1 ഉണ്ട്. സോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ ഇത് ട്രാൻസിറ്റീവ് ആയി. സോ ഈ റിലേഷൻ എന്താ? ഈ റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ. അതായത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെ നമുക്ക് പറയാം എന്താ ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പറയാം. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. ഇക്വലൻസ് ക്ലാസ്സിൻ്റെ അത് പഠിച്ചു. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു. അതുപോലെ നമ്മൾ എന്ത് പഠിച്ചു? ഫംഗ്ഷൻ 1, 1, 1, 2 വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്തത്. അപ്പം ബാക്കി ക്വസ്റ്റ്യൻസും ബാക്കി നമ്മുടെ ആ ഡെയിലി ചാനലിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ കാണാം. ഹാപ്പി ലേണിംഗ്, ബൈ.